ഹലോ എവ്രിവൺ. ഷാവോലിൻ ടെമ്പിളിൽ നിന്നും കുങ്ഫു പഠിച്ച പ്രതിഭാശാലിയായ ഒരു കുട്ടി ഒരു സാധാരണ സ്കൂളിൽ ചേർന്ന് പഠിച്ച അവിടെ എന്തൊക്കെ സംഭവ വികാസങ്ങൾ നടക്കുമെന്നാണ് 2021 പുറത്തിറങ്ങിയ ചൈനീസ് സിനിമയായ ദ ഷാവോലിൻ ബോയ് എന്ന ഈ സിനിമയിൽ പറയുന്നത്. ഈ കുട്ടിക്കുറുമന്റെ കുസൃതികളും അവൻ ചെയ്യുന്ന രസകരമായ കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഷാവോലിൻ ടെമ്പിളാണ് കാണിക്കുന്നത്. ആ ടെമ്പിളിനകത്തേക്ക് നമ്മുടെ കുട്ടി നായകൻ ഷീ എൻട്രാവാണ്. അവൻ ഇന്ന് എക്സാം ആണെന്ന് തോന്നുന്നു. അവൻ ടെമ്പിളിന്റെ അകത്തേക്ക് കടന്ന് ബുദ്ധനെ വണങ്ങിയതും മെയിൻ ഡോറ് ക്ലോസ് ആയി. ആ സമയം ഒരു സീനിയർ പയ്യൻ വന്ന് ഇവനെ അറ്റാക്ക് ചെയ്യും. ഇവരുടെ എക്സാം ഇങ്ങനെയാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. അത് കത്തിത്തീരുന്നത് വരെയാണ് സമയം. അതിനുള്ളിൽ ഷീ ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. ആദ്യം സീനിയർ അടിക്കുമ്പോൾ ഷീ ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നെ അവൻ ഓടിയും ചാടിയും പറന്നുമൊക്കെ അറ്റാക്ക് ചെയ്യാൻ ആരംഭിച്ചു. എന്നിട്ട് സീനിയറിന്റെ മേലെ കൂടെ ഒരു കൊട്ട കമിഴ്ത്തി അവനെ അതിനുള്ളിലാക്കി ലോക്ക് ചെയ്യും. അടുത്തത് ഷീ ഒരു വടിയെടുത്തു. അപ്പോൾ വേറൊരു സീനിയർ കയ്യിൽ വാള് വെച്ച് ചുഴറ്റിക്കൊണ്ടുവന്നു. എന്ന് നമ്മുടെ ചെക്കൻ കയ്യിലെ വടി കൊണ്ട് ഓരോ അഭ്യാസം കാണിച്ച് ആ സീനിയറിന്റെ കയ്യിലെ വാളുകൾ തട്ടിത്തെറിപ്പിച്ച് അവനെയും പരാജയപ്പെടുത്തും. അവസാനമായി ഒരു സീനിയറും കൂടെ കളത്തിലേക്ക് ഇറങ്ങും. കയ്യിലുള്ള കല്ലെടുത്ത് വീശിയതും അത് കാറ്റിൽ അവിടെയും ഇവിടെയും തട്ടി അവിടെയുള്ള ഒരു കണ്ണാടിയിൽ തട്ടി. കണ്ണാടിയിൽ സൂര്യപ്രകാശം വന്ന് അത് ഷീന്റെ കണ്ണിലടിക്കും. ആ സൺലൈറ്റ് റിഫ്ലക്റ്റ് ആയതും ഷീ ഒന്ന് പിന്നോട്ട് മാറി. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ സ്റ്റഡിയായി നിന്നു. ആ സമയം അവിടേക്ക് വന്ന മൂന്നാമത്തെ സീനിയർ ഷീന്റെ പിന്നിലൂടെ വന്ന് അവനെ എടുത്തെറിയും. എന്നാൽ ഈ സീനിയറിന്റെ വിദ്യകൾ കണ്ട് നമ്മുടെ ചെക്കൻ പേടിക്കാതെ സീനിയറിനെ നോക്കി, "സീനിയർ, നിങ്ങളുടെ മൊട്ടത്തല കാണാൻ നല്ല രസമുണ്ട്" എന്ന് പറഞ്ഞതും ആ സീനിയർ ചിരിച്ചുകൊണ്ട് അവന്റെ മൊട്ടത്തല തടവി. അവന്റെ മൈൻഡ് ചെറുങ്ങനെ ഡൈവേർട്ട് ആയതും ചെക്കൻ അവന്റെ നെഞ്ചിൽ നോക്കി ചവിട്ടി. അങ്ങനെ ആ സീനിയറും താഴെ വീണു. കത്തിച്ചു വെച്ചിരുന്ന ചന്ദനത്തിരിയും അപ്പോഴേക്കും പൂർണ്ണമായി കത്തിക്കഴിഞ്ഞു. അങ്ങനെ ടെസ്റ്റിൽ നമ്മുടെ ചെക്കൻ പാസ്സായ സന്തോഷത്തിൽ അവൻ പുറത്തേക്ക് നടന്നുപോയി. ഇപ്പൊ നടന്ന ഈ ടെസ്റ്റില് ഷീ 100-ൽ 88 മാർക്കാണ് വാങ്ങിയത്. ഇത് കണ്ട ആ ടെമ്പിളിലെ ഗുരുവും ഒരു 2 മാർക്ക് നിനക്ക് എക്സ്ട്രാ വാങ്ങിക്കൂടായിരുന്നോ എന്ന് ചോദിക്കും. ഈ ഗുരുവിന്റെ ചെറുപ്പത്തില് ഈ ടെസ്റ്റ് നടത്തിയപ്പോൾ ഗുരുവിന് 90 മാർക്ക് ഉണ്ടായിരുന്നത്രേ. നമ്മുടെ ചെക്കൻ ഷീക്ക് അവന്റെ 3ാമത്തെ വയസ്സിൽ അവന്റെ അച്ഛനും അമ്മയും ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയതാണ്. അതിനുശേഷം 4 വർഷമായിട്ട് ഇവൻ ഇവിടെ തന്നെയാണ്. ഇപ്പോ വേറെ നാട്ടില് അവനെ പഠിപ്പിക്കാൻ വേണ്ടി അവന്റെ അച്ഛനും അമ്മയും ഗുരുവിന് ഒരു പെർമിഷൻ ലെറ്റർ അയച്ചിരിക്കുകയാണ്. അവനും ആ ലെറ്റർ വാങ്ങി ബാഗും എടുത്ത് പോയി ബസ്സിൽ കയറും. അങ്ങനെ ഷീ ഇപ്പോ സിറ്റിയിലേക്ക് അവന്റെ തുടർ പഠനത്തിനായി പോവാണ്. അവിടുന്ന് കട്ട് ചെയ്ത ലിൻ എന്ന ഒരു 15 വയസ്സുള്ള പയ്യനെയാണ് കാണിക്കുന്നത്. ഇവൻ ഹൈസ്കൂളില് താങ്വോണ്ടോ എന്നൊരു ക്ലബിന്റെ ചീഫാണ്. ഈ ക്ലബിന് മാനേജർ ആയിട്ടുള്ളത് ഒരു പെൺകുട്ടിയാണ്, ലാൻ. ലിന്നിന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനിയത്തിയും ലാനിന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനിയനുമാണുള്ളത്. ഇപ്പോ ഒരു ചേട്ടൻ, അവന്റെ അനിയത്തി, ഒരു ചേച്ചി, അവളുടെ അനിയൻ. ഇങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ലാൻ സ്കൂളിൽ സംഘടിപ്പിച്ചിരുന്ന ആ താങ്വോണ്ടോ ഗെയിമിന്റെ വീഡിയോ കണ്ട് അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫൈറ്റ് വീഡിയോ കണ്ട് അടുത്ത തവണ കോമ്പറ്റീഷനിൽ ലാൻ എന്തൊക്കെ എക്സ്ട്രാ ചെയ്യണമെന്ന് എഴുതി വെക്കുകയാണ്. ഇത് നോക്കിക്കൊണ്ട് അനിയൻ ചെക്കൻ ഓരോ സ്നാക്സ് അടിച്ചു കയറ്റി അവന്റെ വായിലാക്കുന്ന ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അവരുടെ അച്ഛൻ വീഡിയോ കോൾ ചെയ്യും. അച്ഛൻ തിരക്കുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് വീട്ടിലേക്കൊന്നും അങ്ങനെ എപ്പോഴും വരാറില്ല. അതിൽ ലാനിന് നല്ല വിഷമമുണ്ട്. ഇപ്പൊ ഇയാളുടെ കസ്റ്റഡിയിലേക്കാണ് ഗുരു ഷീയെ അയച്ചിരിക്കുന്നത്. ഇയാള് ലാബിലായതുകൊണ്ട് ലാൻ വേണം ഷീനെയും നോക്കാനെന്ന് അവളോട് പറയും. എന്നിട്ട് ഈ അച്ഛൻ എന്തോ ഒരു ഗിഫ്റ്റ് വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടാവും. അത് അയാൾ കണ്ടുപിടിച്ചതാണ്. സോ അത് പ്രധാനപ്പെട്ടതാണ്, സേഫ് ആയിട്ട് വെക്കണം എന്നൊക്കെ മകളോട് പറയുന്നുണ്ട്. ആ സമയം ആരോ ഡോറിൽ മുട്ടുന്ന സൗണ്ട് കേട്ട് ലാൻ വന്ന് വാതിൽ തുറക്കും. വന്നത് വേറെ ആരുമല്ല, നമ്മുടെ ചെക്കൻ ഷീയാണ് വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഈ അഡ്രസ്സിലേക്കാണ് വരേണ്ടതെന്ന് ഗുരു അവനോട് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഇവനെ നോക്കേണ്ട ചുമതലയും ലാൻ ആണുള്ളത്. ഷീ ലാനിനെ കണ്ടതും അവളോട് നമസ്കാരം പറഞ്ഞ് വണങ്ങി. ലാനും അവനെ വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. അതേസമയം തന്നെ അച്ഛന്റെ ലാബില് ചില റൗഡികൾ വന്ന് അയാളെ അടിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഈ സംഭവം ലാൻ കാണുന്നുണ്ടായിരുന്നില്ല. ആ റൗഡികളുടെ ബോസ് ഈ സയന്റിസ്റ്റിനോട് ഏതോ ബൊമ്മയെ കുറിച്ച് ചോദിക്കും.
ആ ബൊമ്മയിൽ ഇവർക്ക് എന്തോ ലാഭമുണ്ടെന്ന് തോന്നുന്നു. ഈ സയന്റിസ്റ്റ് ആ ബൊമ്മ എവിടേക്കോ പാർസൽ ചെയ്ത് അയച്ചിട്ടുണ്ടെന്ന് ഇവരവിടുത്തെ CCTV വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇവർ അന്വേഷിക്കുന്ന ആ സാധനം പാർസലായി പുറത്തു പോയിട്ടുണ്ട്. ഈ ബോസും അയാളുടെ 2 ആൾക്കാരെ ആ പാർസൽ എവിടേക്കാണ് പോയതെന്ന് കണ്ടുപിടിക്കാനായിരിക്കും. ഇപ്പുറത്ത് ലാൻ ഷീക്ക് താമസിക്കാനായി അവളുടെ അനിയന്റെ റൂം കാണിച്ചു കൊടുക്കും. ശേഷം അവൾ വീണ്ടും ആ ഫൈറ്റിന്റെ വീഡിയോ കാണുന്ന സമയം ഷീയും വന്ന് അത് കാണും. അതിവന് വളരെ പുതുമയായി തോന്നി. ഇവിടെ പാർസൽ പോയ വഴി അന്വേഷിച്ച് റൗഡി ഗ്യാങ് സയന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് വന്നു. നാളെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയം ആ ബൊമ്മ എടുത്തോണ്ട് വരാമെന്ന് കാറിലിരുന്ന് പ്ലാൻ ചെയ്യാണ്. അകത്ത് ലാൻഡ് അനിയൻ ഫൈറ്റിന് ഒരു വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ റൂമിൽ തന്നെ ഇരുന്ന് ഷീ വടി വെച്ച് എന്തോ സാധനത്തിൽ തട്ടിക്കൊണ്ട് ധ്യാനവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പേർക്കും ഓരോരുത്തരും ഉണ്ടാക്കുന്ന ശബ്ദം ഡിസ്റ്റർബ് ആവുന്നുണ്ട്. അവസാനം 2 പേരും ചേർന്ന് വീഡിയോ ഗെയിം കളിക്കാൻ തുടങ്ങി. ഇവരുടെ ഈ ഒച്ചപ്പാടും ബഹളവും കേട്ട് ലാൻ അവിടേക്ക് വന്ന് ഇവരെ ചീത്ത പറഞ്ഞ് ഉറങ്ങാൻ പറഞ്ഞയക്കും. 2 പേരും ഒരു കട്ടിൽ കയറി കിടക്കും. അതിനുശേഷം ലാൻ അവളുടെ അച്ഛനയച്ച ആ പാർസൽ തുറന്നു നോക്കും. അതില് ഒരു പാണ്ട ബൊമ്മയായിരുന്നു. ഇത് അവൾ ഓൺ ചെയ്തതും ആ ബൊമ്മ ഇവളോട് പേരെന്താണെന്ന് ചോദിക്കും. ഇവള് പേര് പറഞ്ഞതും ആ വോയിസ് അവളുടേത് തന്നെയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്ത് അവളോട് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും. ഇവള് കൺഫ്യൂഷനിൽ എന്ത് പാസ്വേഡ് എന്ന് പറഞ്ഞതും അത് ഈ ബൊമ്മ പാസ്വേഡായി സെറ്റ് ചെയ്യും. ആക്ച്വലി ഇതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബൊമ്മയാണ്. ഇവളുടെ അമ്മ മരിച്ചു പോയതുകൊണ്ട് അമ്മയുടെ വോയിസിൽ ഇവർ ചോദിക്കുന്നതിന് ആൻസർ പറയുന്നത് പോലെയാണ് സയന്റിസ്റ്റ് അച്ഛൻ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ബൊമ്മയിൽ നിന്നും അമ്മയുടെ വോയിസ് കേട്ടതും ലാന് വളരെ സന്തോഷമായി. ഇവൾ ആ ബൊമ്മയോട് അമ്മ ഐ മിസ് യു എന്ന് പറഞ്ഞതും ഞാനും നിന്നെ മിസ് ചെയ്യുന്നു, അനിയനെ നോക്കേണ്ടത് നിന്റെ ചുമതലയാണ് എന്നൊക്കെ അമ്മയുടെ വോയിസിൽ ആ ബൊമ്മ തിരിച്ചു പറയും. അടുത്ത ദിവസം രാവിലെ ലാൻ അനിയനെയും ഷീനെയും റെഡിയാക്കി സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവും. ഇത് ബൈനോക്കുലർ വെച്ച് കാറിൽ വീടിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന റൗഡികളും നോക്കി കാണുന്നുണ്ട്. ഇവർ അന്വേഷിച്ചു വന്ന ബൊമ്മ ലാനിന്റെ ബാഗിൽ ഒരു കീച്ചെയിനായി തൂങ്ങിക്കിടക്കുന്നതും അവർ കണ്ടു. അതടിച്ചു മാറ്റാൻ വേണ്ടി അതിലൊരുത്തൻ റെഡിയായിട്ട് വരും. സ്കൂളിലേക്ക് പോകുന്ന വഴി ലിന്നും അവന്റെ അനിയത്തിയും അതുവഴി വന്ന് ലിൻ ലാനിന് ലഞ്ച് ബോക്സ് എടുത്തു കൊടുക്കും. അതിന് പകരമായി ലാൻ തലേ ദിവസം എങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യണമെന്ന് എഴുതി വെച്ചിരുന്നല്ലോ, അത് ഇവനും കൊടുക്കും. ഇവൾക്ക് അവനോടൊരു ക്രഷ് ഉണ്ട്. എന്നിട്ട് അവള് ഷീയെ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു വെക്കും. ആ സമയം അവിടേക്ക് വന്ന റൗഡി ആ ബൊമ്മയെ ലാന്റെ അടുത്ത് നിന്ന് മോഷ്ടിക്കും. ഇത് കണ്ട് ഷീ 4-5 ബാക്ക് ഫ്ലിപ്പ് ചെയ്ത് കുങ്ഫു സ്റ്റൈലില് ആ റൗഡിയെ അടിക്കും. ഇവന്റെ ഈ സ്കില്ല് ലിൻ നോക്കി നിൽക്കും. അതിനുശേഷം ഇവനും കളത്തിലിറങ്ങി. ഷീ ആ റൗഡിയുടെ പിന്നിൽ ലിൻ മുന്നിൽ നിന്നും അടിക്കാൻ തുടങ്ങി. ആ റൗഡിയും ഇവരുടെ തല്ലുകൊണ്ട് മോഷ്ടിച്ച ബൊമ്മ ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നത് പോലെ കാണിച്ച് അവിടുന്ന് വീണ്ടും ഓടും. ഇവര് വീണ്ടും ഇവനെ ഇട്ട് പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ അവിടുന്ന് ചാടി ചാടി അവസാനം ഇവര് വെച്ച വേസ്റ്റ് ബിന്നിൽ വന്ന് വീഴും. ലാനും അനിയനും അനിയത്തിയും ചേർന്ന് അവനെ അടിക്കുമ്പോൾ അനിയൻ ആ ബൊമ്മ അവന്റെ അടുത്തുനിന്ന് എടുത്തു വെക്കും. എന്നിട്ട് ആ വേസ്റ്റ് ബിന്നും നിലത്ത് ഉരുട്ടിയിടും. ആ റൗഡിയും അവിടുന്ന് എങ്ങനെയോ ഓടി രക്ഷപ്പെടും. ലാനിന് ആ ബൊമ്മ തിരിച്ചു കിട്ടി. അങ്ങനെ നേരെ സ്കൂളിലെത്തി. ക്ലാസ് ടീച്ചർ ഷീയെ മറ്റ് സ്റ്റുഡൻസിന് പരിചയപ്പെടുത്തി കൊടുത്തു. ഇവൻ ഷാവോലിൻ ടെമ്പിളിൽ നിന്നും വന്നതാണെന്ന് പറഞ്ഞതും സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ട്സ് വന്നു. നിനക്ക് ബോക്സിംഗ് അറിയോ, കുങ്ഫു അറിയോ, വലുതായാൽ നീ കല്യാണം കഴിക്കുമോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അന്ന് വൈകുന്നേരം PT പീരീഡ് ഉണ്ടായിരുന്നു. എല്ലാ വർഷവും സ്കൂളിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ചെക്ക് ചെയ്യാറുണ്ട്. അതിലാദ്യം പാസ്സായാലേ ബാക്കി എക്സാം എഴുതാൻ സമ്മതിക്കുള്ളൂ. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയം പോലും ലാൻഡ് അനിയൻ സ്നാക്സ് തിന്നുകൊണ്ടിരുന്നു. ആദ്യം റണ്ണിങ് റേസ് ആണ്. അതിലെല്ലാവരും ഓടി പാതി എത്തുമ്പോഴേക്കും ഷീ അത് ഫിനിഷ് ചെയ്തു. രണ്ടാമത് പുഷപ്പ്. 2 കൈ വെച്ച് 100 പുഷപ്പ് എടുക്കണം. എന്നാൽ ഷീ ഒറ്റ കൈ കൊണ്ട് അതും തല കുത്തനെ നിന്ന് അസാൾട്ടായിട്ട് ആ പുഷപ്പും എടുത്തു തീർത്തു. ഇത് കണ്ട് എല്ലാവരും അന്തം വിട്ട് വാവ് എന്ന് ഒച്ചയുണ്ടാക്കുന്നുണ്ട്. അടുത്തത് ഒരു ഹൈറ്റിൽ നിന്ന് ജമ്പ് ചെയ്യണം. ഷീ ചെയ്തത് കണ്ട് അതേപോലെ ചെയ്യാനായി ലാൻഡ് അനിയനും ചാടി. എന്നാൽ അവൻ മൂക്കും കുത്തി താഴെ വീണു. ഇപ്പുറത്ത് റൗഡികളുടെ ബോസ് സയന്റിസ്റ്റിനെ എവിടെയോ കെട്ടിയിട്ടിരിക്കുകയാണ്. ബൊമ്മ കിട്ടിയാലേ ഇവനെ വിടുള്ളൂ എന്ന തീരുമാനത്തിലാണുള്ളത്. ബോസിന്റെ ആൾക്കാരും ബൊമ്മ ഇന്ന് കൊണ്ടുവരും നാളെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് ദിവസങ്ങൾ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്കൂളിൽ ഷീ ലാൻഡ് അനിയനോട് ഇനി മുതൽ എല്ലാ ദിവസവും രാവിലെ ഞാൻ നിനക്ക് ഫിസിക്കൽ ട്രെയിനിങ് തരാം, സോ നിനക്ക് ഈസിയായി ഈ ഫിറ്റ്നസ് എക്സാം പാസ്സാവാം എന്നൊക്കെ അവൻ അഡ്വൈസ് ചെയ്യും.
അങ്ങനെ സംസാരിച്ചുകൊണ്ടേ സ്കൂളിന്റെ സ്റ്റേഡിയത്തിലേക്ക് പോവും. അപ്പോൾ അവിടെ ലിൻ എന്നത്തെയും പോലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട ഷീക്കും ഫൈറ്റ് ചെയ്യണമെന്ന ആഗ്രഹം തോന്നി. അന്ന് രാത്രി ഈ റൗഡികള് ശരിയായ സമയത്തിനായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരുത്തൻ രാവിലെ ചെറിയ മക്കളുടെ അടുത്തുനിന്ന് വേണ്ടത് കിട്ടി കഴുത്തിൽ ബാൻഡേജും ഇട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ കൂടെയുള്ള മറ്റൊരുത്തൻ വീടിനകത്തേക്ക് പോകാമെന്ന് തീരുമാനമെടുത്ത് അതിന് ട്രൈ ചെയ്യും. എന്നാൽ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കടന്നപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന മുൾച്ചെടിയിൽ നിന്ന് മുഖത്ത് കുത്തും വാങ്ങി തിരിച്ച് കാറിലേക്ക് തന്നെ വരും. വീടിനകത്ത് ഷീ സ്കൂളിൽ വെച്ച് ലിൻ ചെയ്ത ആ അഭ്യാസം പ്രാക്ടീസ് ചെയ്യുകയായിരിക്കും. ആ സമയത്താണ് ഈ റൗഡികൾ വീടിനകത്തേക്ക് വന്നത്. ഇവരെ കണ്ടതും ഷീ പോയി ഒളിച്ചു നിൽക്കും. എന്നിട്ട് ഇവന്മാരെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവന്മാരുടെ മർമ്മം നോക്കി ചവിട്ടി അറ്റാക്ക് ചെയ്യും. ഈ സൗണ്ട് എല്ലാം കേട്ട് ലാൻ അവിടേക്ക് വരും. ഇത് കണ്ട് ഈ മണ്ടന്മാരായ റൗഡികളും അവിടെയുള്ള ഒരു പാണ്ടയുടെ ബൊമ്മയെടുത്ത് വിൻഡോ ഗ്ലാസും തകർത്ത് അവിടുന്ന് എസ്കേപ്പ് ആവും. ലാൻ അവിടേക്ക് വന്നതും 2 കള്ളന്മാര് വന്നിരുന്നു, ഞാൻ അവന്മാരെ അടിച്ചു ഓടിച്ചു എന്ന് ഷീ പറയും. ഇത് ലാൻ വിശ്വസിക്കാതെ പോയി കിടന്ന് ഉറങ്ങുക എന്നും പറഞ്ഞ് അവൾ ഉറങ്ങാനായി പോയി. ഇപ്പുറത്ത് ആ റൗഡികൾ മോഷ്ടിച്ചുകൊണ്ടുപോയ പാണ്ട ബൊമ്മ അത് സയന്റിസ്റ്റ് ഉണ്ടാക്കിയതല്ല. അത് സാധാരണ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന അതിനകത്ത് വെള്ളമൊഴിച്ച് പവറിൽ കണക്ട് ചെയ്ത സ്റ്റീം വരുന്ന ഒരു ബൊമ്മയായിരുന്നു. അതെടുത്ത് ബോസിന് കൊണ്ടുപോയി കൊടുത്തതും ബോസിന് ദേഷ്യം വന്ന് ഇത് കൊണ്ടു തന്നവന്മാരെ അവിടെ കിടത്തി 3 ദിവസം കൊണ്ട് ആ ബൊമ്മ, അതായത് സയന്റിസ്റ്റ് കണ്ടുപിടിച്ച ബൊമ്മ തനിക്ക് കിട്ടിയിരിക്കണമെന്നും പറഞ്ഞ് ഗോൾഫ് ബോള് അമ്മമാരുടെ വായിൽ വെച്ച് അടിച്ച് ഭീഷണിപ്പെടുത്തും. നെക്സ്റ്റ് ഡേ ഷീ യൂണിഫോം എല്ലാം ഇട്ട് ഫ്രണ്ട്സിന്റെ കൂടെ സ്റ്റേഡിയത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ലിന്നിന്റെ അനിയത്തി ഇവനോട്, എനിക്ക് വലുതാവുന്നത് പേടിയാണ്, ഞാൻ വലുതായ ആ ചേച്ചിമാരെ പോലെ കാണാൻ കൊള്ളാതെ ആയാലോ എന്നൊക്കെ പറഞ്ഞ് പിന്നിലിരിക്കുന്ന അവൾ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ കുട്ടികളെ നോക്കും. അത് വേറെ ആരുമല്ല, 2 മണ്ടന്മാരായ റൗഡികൾ ഉണ്ടായിരുന്നല്ലോ, അവരാണ് പെൺകുട്ടികളെ പോലെ വേഷവും കെട്ടിയിരിക്കുന്നത്. അവന്മാരെ ഈ കോലത്തിൽ കണ്ടതുകൊണ്ട് ഇവർക്ക് അത് ആ റൗഡികളാണെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. ഇവിടെ സ്റ്റേഡിയത്തിലെ ലിൻ എല്ലാവരെയും പറന്നടിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യാണ്. ഇത് കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കി കൈയടിക്കുകയും എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിന്നിന്റെ അനിയത്തി ഷീയോട്, എന്റെ ചേട്ടനെ ഫൈറ്റ് ചെയ്ത് ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല, പറ്റുമെങ്കിൽ ചെല്ല് എന്ന് വെല്ലുവിളിക്കും. എന്നാ വാ എന്ന് ലിന്നും ഷീയോട് പറയും. അങ്ങനെ ഷീയും ലിന്നും ഫൈറ്റ് ചെയ്യാൻ റെഡിയായി. ഇത് കാണാനുള്ള ആകാംക്ഷ കൊണ്ട് കാണികളായി ഇരിക്കുന്ന സ്റ്റുഡൻസും മുന്നോട്ട് വന്നു നിന്നു. ലാസ്റ്റ് റോയിൽ ഇരിക്കുന്ന ആ റൗഡികൾ മാത്രം ലാൻഡിന്റെ ബാഗ് തന്നെ നോക്കിയിരുന്നു. ഇപ്പുറത്ത് ഷീയും ലിന്നും അടിപൊളി ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ റൗഡികള് ലാൻഡിന്റെ ബാഗിൽ നിന്നും ആ ബൊമ്മ എടുക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു. ഷീയുടെയും ലിന്നിന്റെയും ഫൈറ്റില് 2 പേർക്കും ഒരേ സ്കോർ കിട്ടി. മാച്ച് ഡ്രോ ആയി. ആ സമയം ലാൻഡ് അനിയൻചക്കൻ വെറുതെ തിരിഞ്ഞതും അവൻ അവിടെ ആ റൗഡികളെ കണ്ടു. അവരെ കണ്ട് അനിയൻചക്കൻ ബഹളമുണ്ടാക്കിയതും ഇവന്മാര് തലയിലെ വിഗ് അഴിച്ചെറിഞ്ഞ് ആ ബൊമ്മയും എടുത്ത് ഓടാൻ തുടങ്ങി. എല്ലാ സ്റ്റുഡൻസും ഇവന്മാരുടെ പുറകെ ഓടി. ഈ ബഹളങ്ങൾക്കിടയിൽ സ്റ്റേഡിയം മൊത്തം അലങ്കോലമായി. ഇത് കണ്ടുകൊണ്ട് വന്ന PT സാറ് എല്ലാവരെയും വഴക്ക് പറയാൻ ആരംഭിച്ചു. ആ ഗ്യാപ്പിൽ റൗഡികളും അവിടുന്ന് രക്ഷപ്പെടും. അതിനുശേഷം PT സാറിന്റെ ഹെൽപ്പിൽ ലാൻ ആ റൗഡികൾക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഷീയുടെ ക്ലാസ് ടീച്ചറും അവനോട്, ദേ നോക്ക്, നിനക്ക് അടിക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ട് എപ്പോഴും അത് ചെയ്യണമെന്നില്ല എന്ന് വാൺ ചെയ്യും. അതുകൊണ്ട് താൻ വേണ്ടാതെ അടി ഉണ്ടാക്കാൻ പോയത് കൊണ്ടാണ് ബൊമ്മ മോഷണം പോയത് എന്നൊരു ഗിൽറ്റി ഫീല് ഷീക്ക് വന്നു. സോ അവൻ തനിച്ച് ആരും കാണാതെ ഒരു സ്ഥലത്ത് പോയിരുന്നു. അവനെ ബാക്കി 4 പേരും ചേർന്ന് കണ്ടുപിടിച്ച് സമാധാനിപ്പിക്കും. ലാൻ അവനോട്, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ ബൊമ്മയെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞതും ഷീ വീണ്ടും അവരുടെ കൂടെ കൂടി. എന്നിട്ട് ഇവർ 5 പേരും ചേർന്ന് ആ സ്റ്റേഡിയം ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവർ 5 പേരും ആ റൗഡികളെ കണ്ടുപിടിക്കാനുള്ള പ്ലാൻ ചെയ്യും. അങ്ങനെ ബോസും ഗ്യാങ്ങും ആ ബൊമ്മയുടെ പാസ്വേഡും അന്വേഷിക്കും. ലിൻ തക്വോണ്ടോ എന്ന ആ കലാരൂപം എങ്ങനെ ചെയ്യണമെന്ന് ഷീക്ക് പഠിപ്പിച്ചു കൊടുക്കും. ബോസും ടീമും ആ പാസ്വേഡ് എന്താണെന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് ആ സോഫ്റ്റ്വെയർ വിൽക്കുകയാണെങ്കിൽ ഇവർക്ക് ചുരുങ്ങിയത് 10 കോടി രൂപയെങ്കിലും കിട്ടും. സോ പാസ്വേഡ് കിട്ടാത്തത് കൊണ്ട് എന്താ പാസ്വേഡ് എന്നും പറഞ്ഞ് ആ സയന്റിസ്റ്റിനെ ഇട്ട് ടോർച്ചർ ചെയ്യും. എന്നാൽ അത് തന്നെയാണ് പാസ്വേഡ് എന്ന കാര്യം ഇവന്മാർക്ക് അറിയില്ലല്ലോ. സയന്റിസ്റ്റിനെ ഇട്ട് അടിച്ചു വല്ലാതെ ടോർച്ചർ ചെയ്തു. ആക്ച്വലി ഈ ബൊമ്മയുടെ പാസ്വേഡ് വോയിസിൽ തന്നെ പറയണം. അതും ലാൻ സെറ്റ് ചെയ്തത് കൊണ്ട് അവൾ തന്നെ പാസ്വേഡ് പറയണം. ആരുടെ വോയിസിലാണ് പാസ്വേഡ് സെറ്റ് ചെയ്തത് എന്ന് സയന്റിസ്റ്റിനെ അടിച്ചു ചോദിച്ചെങ്കിലും അവനൊരു അക്ഷരം മിണ്ടിയില്ല. ആ സമയത്ത് തന്നെ ലാൻ സയന്റിസ്റ്റിന്റെ ഫോണിലേക്ക്
അച്ഛാ ഇന്ന് നൈറ്റ് എൻ്റെ ബർത്ത്ഡേ പാർട്ടിയുണ്ട്, എന്തായാലും വരണമെന്നൊരു വോയിസ് മെസ്സേജ് വന്നത് ബോസ് കണ്ടു. അത് കേട്ടതും ബോസ് സയന്റിസ്റ്റിനോട്, ഓ ഇത് നിന്റെ മകളുടെ വോയിസ് ആണോ പാസ്വേഡായിട്ട് സെറ്റ് ചെയ്തത്? ഞാൻ ആ ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്തോളാം എന്ന് പറഞ്ഞ് സയന്റിസ്റ്റിന്റെ ഫോണിൽ നിന്നും എന്തായാലും വരാമെന്നും പറഞ്ഞ് മെസ്സേജ് ലാൻഡിന് അയച്ച് ഫോണും എടുത്ത് അവിടുന്ന് പോവും. രാത്രി നമ്മുടെ കുട്ടിത്തേവാങ്കളെല്ലാം ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് നടക്കുകയായിരിക്കും. ലാനിന് ഗിഫ്റ്റ് വാങ്ങണമെന്ന് പറഞ്ഞ് ലിന്നും ഒരു കടയിലേക്ക് കയറും. അവിടെ ഒരു പാണ്ഡയുടെ ബൊമ്മ കണ്ടു. ഇത് കണ്ടതും ലാൻ്റെ കാണാതെ പോയ ബൊമ്മ എങ്ങനെ തിരിച്ചു കൊടുക്കും എന്ന ചിന്തയിലാണവൻ. ഇവിടെ ലാൻ ഫ്രണ്ട്സിന്റെ കൂടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ഫോണിൽ നിന്ന് പുറത്തേക്ക് വാ, നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വരും. അത് കണ്ടതും അവള് വീടിന് പുറത്തേക്ക് വന്നു. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റൗഡികളുടെ ഗ്യാങ് അവളെ പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റും. ഇത് ഗിഫ്റ്റ് വാങ്ങി വരുന്ന ഷീയും ടീമും കണ്ടു. അവര് ലാനിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു മൊട്ടത്തലയനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ബാക്കിയുള്ളവർ വണ്ടിയെടുത്ത് പോവും. ഇവരും വണ്ടിയുടെ പിന്നാലെ അനിയത്തിയെ അവിടെ നിർത്തി സൈക്കിളിൽ പോകുന്നുണ്ട്. അനിയത്തിയും ലാനിനെ റൗഡികൾ തട്ടിക്കൊണ്ടു പോയി എന്ന് പോലീസിനെ ഫോൺ ചെയ്ത് പറയും. ഇവിടെ ബോസിന്റെ അടുത്ത് ആ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ വാങ്ങാൻ വേണ്ടി ഒരു ടീം വന്നിട്ടുണ്ട്. റൗഡികളും ലാനിനെ അവിടേക്ക് കൊണ്ടുവന്നു. അവളും എന്നെ വിട് എന്ന് ശബ്ദമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ ബോസും ലാനിന്റെ കഴുത്തിൽ കത്തിവെച്ച് പാസ്വേഡ് എന്താണെന്ന് ചോദിക്കും. അവളും എനിക്കറിയില്ല, എന്താ പാസ്വേഡ് എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞതും എന്താ പാസ്വേഡ് എന്ന് കമ്പ്യൂട്ടർ ക്യാപ്ചർ ചെയ്ത് അത് ഓപ്പൺ ആവുകയും ചെയ്യും. അപ്പോഴാണ് എന്താ പാസ്വേഡ് എന്നാണ് പാസ്വേഡ് എന്ന് അവർക്ക് മനസ്സിലായത്. അപ്പോഴേക്കും അവിടേക്ക് എത്തിയ കുട്ടി സംഘം പോലീസിനെ വിളിച്ച് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. ലിൻ അവിടെ പുറത്തു നിൽക്കുന്ന ഒരു റൗഡിയെ അടിച്ചു വീഴ്ത്തും. അതുപോലെ അനിയൻ ചെക്കൻ ആരും കാണാതെ അകത്തേക്ക് വന്ന് അവിടെ കമ്പ്യൂട്ടറിൽ പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അക്കൗണ്ട് നമ്പർ അടിച്ചു വെച്ചിരുന്നു. ഈ അനിയൻ ചെക്കൻ അവിടെ നിന്ന് ആരും കാണാതെ ആ അടിച്ചു വെച്ചിരുന്ന അക്കൗണ്ട് നമ്പർ മാറ്റി ഏതോ ഒരു അനാഥാലയത്തിൻ്റെ അക്കൗണ്ട് നമ്പർ അടിച്ചു വെക്കും. എന്നാൽ ഇത് ഈ ബോസ് ശ്രദ്ധിക്കാതെ എൻട്രി അടിച്ച് പണം ട്രാൻസ്ഫർ ആവുകയും ചെയ്യും. അങ്ങനെ 100 കോടി ഏതോ ഒരു അനാഥാലയത്തിന് ലഭിച്ചു. പണം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാത്തത് കൊണ്ട് ബോസിന് ടെൻഷനായി. അപ്പോൾ ഈ അനിയൻ ചെക്കൻ അകത്തേക്ക് വന്നത് ഇവർ കണ്ടു. ഇവരവനെയും പിടിച്ചു വെക്കും. ആ സമയം ലിൻ വന്ന് ഇവരെ ഇടിക്കും. അനിയൻ ചെക്കൻ ലാൻഡേയും അച്ഛൻ്റെയും കയ്യിലെ കെട്ടഴിച്ച് അവരെ രക്ഷപ്പെടുത്തും. ഈ ബഹളങ്ങൾക്ക് നടുവിൽ ഈ സോഫ്റ്റ്വെയർ എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ നോക്കുകയാണ് ബിസിനസ്മാൻ. എന്നാൽ കാശ് എനിക്ക് കിട്ടിയാലേ സോഫ്റ്റ്വെയർ തരുള്ളൂ എന്ന് ബോസും പൈസ അയച്ചിട്ടുണ്ട് എന്ന് ആ ബിസിനസ്സുകാരനും. അങ്ങനെ അവർ തമ്മിൽ അടിയായി. ബിസിനസ്സുകാരൻ്റെ സെക്യൂരിറ്റീസ് ബോസിന് നേരെ തിരിയും. അപ്പോൾ ബോസ് ആ സോഫ്റ്റ്വെയർ ഒരു പെൻഡ്രൈവിലാക്കി അതെടുത്തോണ്ട് ഓടും. അവന്റെ പിന്നാലെ സയന്റിസ്റ്റും കുട്ടിപ്പട്ടാളങ്ങളും ഓടുന്നുണ്ട്. അപ്പോൾ ബോസിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു മൊട്ട റൗഡി അവിടെ വന്ന് ഫൈറ്റ് ചെയ്യും. അവനെ ഷീ എയറിൽ നിന്ന് അടിക്കും. അതേ സ്റ്റൈല് തന്നെ ലിന്നും അയാളെ അടിക്കും. അതില് ആ മൊട്ട റൗഡി താഴെ വീഴും. ആ സമയത്ത് തന്നെ പോലീസും അവിടേക്കെത്തി. എന്നിട്ട് ബോസിനെയും ടീമിനെയും സോഫ്റ്റ്വെയർ വാങ്ങാൻ വന്ന ബിസിനസ്സുകാരനെയും ടീമിനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവും. അങ്ങനെ 2 ടീമും അറസ്റ്റിലായി. സയന്റിസ്റ്റിന്റെ കണ്ടുപിടുത്തം അവർക്ക് തന്നെ തിരിച്ചു കിട്ടി. എല്ലാവരും ഒന്നു ചേർന്നു. എന്നിട്ട് കുട്ടികൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, അവർക്കൊരു ഡിന്നർ കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്യും. എന്നിട്ട് ഞാനിനി ജോലി എന്ന് പറഞ്ഞു പോവില്ല, കുട്ടികൾക്കായി സമയം ചെലവിടും എന്നൊക്കെ പറയും. അവിടുന്ന് കട്ട് ചെയ്ത സ്കൂളിന്റെ ആനുവൽ ഡേ ആണ്. അന്ന് പ്രൈസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ധൈര്യമായി തീരുമാനമെടുത്തതിലും മാർഷൽ ആർട്സ് എല്ലാവരും പഠിക്കാനായി എല്ലാവരിലും ഒരു സ്പാർക്ക് ഉണ്ടാക്കിയത് കൊണ്ടും അനിയൻ ചെക്കനും ഷീക്കും പ്രൈസ് കൊടുത്ത് അഭിനന്ദിക്കും. ഇവർ പുറത്ത് ആ റൗഡിക്ക് അങ്ങനെ പിടിച്ചത് സ്കൂളിലറിഞ്ഞ് ഇവരിപ്പോൾ സ്കൂളിലെ സ്റ്റാർസ് ആണ്. മറ്റു കുട്ടികളും ഇതുപോലെ ആകണമെന്ന് പറഞ്ഞാണ് ഇവർക്ക് ഈ പ്രൈസ് കൊടുക്കുന്നത്. അതിനുശേഷം ലിൻ നാഷണൽ ലെവലിൽ തെക്വോഡോ പെർഫോമൻസ് ചെയ്യുന്നത് കാണിക്കും. അതിനിവനെ പ്രോത്സാഹിപ്പിക്കാനായി ലാനും ടീമും ഇരിക്കുന്നുണ്ട്. ആ കോമ്പറ്റീഷനിൽ ലിൻ വിജയിക്കും. അത് കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കും. ഈ ഒരു രസകരമായ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബായ്.